ഞാൻ കാത്തിരുന്ന ആ നിമിഷം എത്തിക്കഴിഞ്ഞു മക്കളെ. ഇതാ പിടിച്ചോ. ഹായ് മച്ചാന്മാരെ, എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നിവിടെ നടക്കാനായിട്ട് പോകുന്നത് ഓൾ കേരള ഇന്റർനാഷണൽ പാമ്പും കോണിയും മത്സരം, അതും 1ാം വർഷം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ യെസ്. അപ്പൊ നമ്മുടെ പാമ്പും കോണിയും മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ടീമുകളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? അപ്പൊ കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മത്സരാർത്ഥികളൊന്നും പരിചയപ്പെടണ്ടേ? അപ്പൊ റെഡ് ടീമിൽ മത്സരിക്കുന്നത് അജിക്കാൻഡ് കുട്ടൂസൻ. വെള്ള ടീമിൽ മത്സരിക്കുന്നു കിരൺ സാർ ആൻഡ് എഡ്വിൻ. നീല ടീമിൽ മത്സരിക്കുന്നു കിരൺ ആൻഡ് യദു. ടീം ബ്ലാക്കിൽ മത്സരിക്കുന്നു യാദിൽ ആൻഡ് ബഡു. അങ്ങനെ അതിശക്തരായ 4 ടീമുകളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി നമുക്ക് റൂൾസിലേക്ക് പോവാം. നമ്മളുടെ ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പാമ്പും കോണിയും കളിക്കുന്നതിനേക്കാൾ കൂടുതലൊരു ഗെയിമാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഡൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പും കോണിക്കുള്ള ഡൈസാണ്. 1 മുതൽ 6 വരെയുള്ള പുള്ളികൾ ഇതിൽ കാണാൻ പറ്റും. നമ്മൾ എറിഞ്ഞ് ഏത് വീഴുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ കളി മുന്നോട്ട് പോകുന്നത്. ഈ ഡൈസ് നമ്മൾ കുത്തിരുന്ന് പാടയിച്ചുണ്ടാക്കിയതാണ്. ഓക്കെ, അതൊക്കെ പോട്ടെ. മത്സരിക്കാനായിട്ട് മൊത്തത്തിലുള്ളത് 8 പേരാണ്. ഇതിൽ 4 പേരായിരിക്കും കളത്തിൽ കയറുന്നത്. 4 പേര് ഡൈസ് ഉരുട്ടാനായിട്ട് വേണ്ടിയായിരിക്കും ഉണ്ടാവുക. ഇനി കളം ഞാൻ കാട്ടിത്തരാം. പാമ്പും കോണിയും കളത്തിലേക്ക് വരികയാണെങ്കിൽ 1 മുതൽ 100 വരെയുള്ള കള്ളികളാണ് ഇതിൽ വരുന്നത്. ആദ്യം ഡൈസ് കറക്കി 1 വീണ് കഴിഞ്ഞാൽ കളിയിൽ നമുക്ക് പ്രവേശിക്കാനായിട്ട് പറ്റും. അതിനുശേഷം ഓരോന്നനുസരിച്ച് നമുക്ക് ഇങ്ങനെ പോവാം. പോകുന്നതിൻ്റെ ഇടയിൽ പാമ്പും കോണി ഉണ്ടാവും. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കോണി വന്നാൽ നമുക്ക് മുകളിലേക്ക് കയറാം. പാമ്പ് വന്നാൽ നമ്മൾ ഷൂ എന്ന് പറഞ്ഞ് വിഴുങ്ങി താഴേക്ക് വരും. ഇതിൻ്റെ ഇടയിലാണ് സർപ്രൈസ് വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പൈസക്കാരൻ ഇമോജിനെ കാണാൻ പറ്റും. ഇതിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പൈസക്കുടത്തിൽ നിന്നും ഒരാൾക്ക് പൈസ കിട്ടും. ഇതാണ് പൈസക്കുടം. ഇതിൽ 1 മുതൽ 1000 വരെയുള്ള പൈസ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന് കുലുക്കിയെടുത്താൽ എന്ത് കിട്ടോ അത് ഞാൻ കൊടുക്കും. അങ്ങനെ പോയി അവസാനം ഇവിടെ വേറൊരു ഇമോജി ഉണ്ട്. നമ്മുടെ ലുട്ടാപ്പിനെ പോലെ ഇരിക്കുന്ന ഈ ഇമോജി കിട്ടിക്കഴിഞ്ഞാൽ ടാസ്ക് ആണ് ചെയ്യേണ്ടത് മക്കളെ. അതായത് ഈ കാണുന്ന കുടത്തിൽ കുറേ ടാസ്കുകളുണ്ട്. അങ്ങനെ ടാസ്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം ഞാൻ കാട്ടിത്തരാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതേ സുന്ദരിക്ക് ലിപ്സ്റ്റിക്ക് തൊടണം. സുന്ദരിയെ നേരെ ഇരിക്കൂ. സുന്ദരിക്ക് ലിപ്സ്റ്റിക്ക് തൊടണം. അതുപോലെ തന്നെ വാഴപ്പഴം കഴിക്കൽ, ചെറുതാരയ്ക്ക ഒളിപ്പിക്കൽ, പാവയ്ക്ക തീറ്റ, അമ്പെയ്ത്ത് മത്സരം, നമ്മുടെ സ്വന്തം ജോളോ ചിപ്പ്, പിന്നെ ഇതേ നല്ല 5 സ്റ്റാർ ഉണ്ട്. അങ്ങനെ ബ്ലോട്ടിൽ ഫ്ലിപ്പ്, അങ്ങനെ ഒരുപാട് ചലഞ്ചുകളുണ്ട്. അപ്പോൾ നമ്മൾ അധികം പറഞ്ഞ് നീട്ടി ഇനി ബോറടിപ്പിക്കുന്നില്ല. നേരെ നമ്മളുടെ മത്സരത്തിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് ഇതിൽ സർപ്രൈസ് ഗിഫ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ 3-4 കടങ്ങളിൽ ഇങ്ങനെ പെട്ടികൾ ഇരിക്കുന്ന കാണാൻ പറ്റും. ഈ പെട്ടികൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള സമ്മാനം നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ ആ പെട്ടികൾ എടുത്ത് നിങ്ങൾക്ക് കിട്ടിയ സമ്മാനം 73-ൽ എത്തുന്ന ആൾക്ക് അടിച്ചു മാറ്റാനുള്ള ചാൻസും ഉണ്ട്. അങ്ങനെ കഥകൾ പറഞ്ഞിരുന്നു. മത്സരം തുടങ്ങാനുള്ള സമയമായിക്കാണ്. അപ്പോൾ മത്സരാർത്ഥികൾ ഇവിടെ നിരന്നിരിക്കുന്നുണ്ട്. ഇവരാണ് കളത്തിൽ കയറി കളിക്കാൻ പോകുന്നത്. ഇനി ഡൈസ് എറിയുന്നവരാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. മോനെ തുടങ്ങിക്കോ. അപ്പോൾ റൂൾ അനുസരിച്ച് ഫസ്റ്റ് 1 വീഴുന്ന ആൾക്ക് കളത്തിൽ കയറാം. തുടങ്ങിക്കോ. നല്ലോണം കറക്കിയിടണേ. ഓക്കെ. 2 നെക്സ്റ്റ് 5 നെക്സ്റ്റ്. 1 വീഴുന്നവരെ ഏറ് തന്നെ ആയിരിക്കും കേട്ടോ. 5 2. 1 വീഴാതെ കളത്തിൽ കയറാൻ പറ്റില്ല മക്കളെ. 5. ഇതൊന്നും തീരുമാനാവൂലട്ടാ. ഇത് ഇത്ര വലിയ ടാസ്ക് ആയിരുന്നു 1 വീഴില്. ടീം ബ്ലാക്ക് ഇതാ മത്സരത്തിലേക്ക് കയറിയിരിക്കുന്നു. സന്തോഷമുണ്ട്. 15 മിനിറ്റ് ആയി ഏറ് തുടങ്ങിയിട്ട്. ഓക്കെ, ടീം ബ്ലാക്ക് മത്സരത്തിലേക്ക് കയറിയേക്കാണ്. നെക്സ്റ്റ്. ഓക്കെ, ടീം ബ്ലാക്ക് മാത്രം. ടീം ബ്ലൂ കേറിക്ക്. ഒത്തിരി സ്ഥലം കൊടുക്ക്. ടീം റെഡ്. അടുത്തതായി ടീം റെഡ്. നോ എഡ്വി. ടീം വൈറ്റ്. ഇല്ല, അത് കറക്റ്റ് ആയിരുന്നു. അയ്യേ, എന്തുവാണ് അതിന് കൊന്ന എഡ്വി. അങ്ങനെ 3 ടീം കളത്തിലെത്തിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ആളട്ടോ. 5. അങ്ങനെ
2 3 4 5. ഓക്കെ ജസ്റ്റ് മിസ്. ഇപ്പൊ ടാസ്ക് കിട്ടേണ്ടതായിരുന്നു. ഓക്കെ ബ്ലൂ 3. അതാരാ 3? ഏണി കയറി മുകളിലെത്തിയത്. ഒറ്റയടിക്ക് ഏണി കയറി മുകളിലെത്തി ടീം ബ്ലൂ. ഇപ്പോ ടീം ബ്ലൂ ആണ് ലീഡ് ചെയ്യുന്നത്. കേറ്റക്കളി ഉണ്ട്. ഏണി കയറി കഴിഞ്ഞാൽ കേറ്റക്കളി ഉണ്ട്. ഓക്കെ 5 1 2 3 4 5 സേഫ് ആയിട്ട് 30-ലെത്തിട്ടാ. അടുത്തതാരാണ്? റെഡ്. ഇതുവരെ ടീം റെഡിന് കളത്തിലേക്ക് കയറാൻ സാധിച്ചിട്ടില്ല. ഓക്കെ 2 അവിടെ നിക്ക്. ഓക്കെ 6 1 2 3 4 5 6. ആദ്യത്തെ ടാസ്ക് വാങ്ങിയിരിക്കുന്ന ആളാണ്. എവിടെ ടാസ്കിന്റെ പെട്ടി? ടാസ്കിന്റെ പെട്ടിയാണിത്. ടാസ്ക് എടുക്കാൻ റെഡിയാണോ? ടീം വൈറ്റിനാണ് ടാസ്ക് കിട്ടിയിരിക്കുന്നത്. കിരൺ സാർ എടുത്തോളൂ. നോക്കാം. 30 പുഷപ്പ്. അടുത്തോ 1 2 3. അങ്ങനെ കിരൺ സാർ ടാസ്ക് ചെയ്തിരിക്കുകയാണ്. പറയാൻ വിട്ടുപോയൊരു കാര്യം, ടാസ്ക് കിട്ടിയിട്ട് അത് ചെയ്തില്ലെങ്കിൽ 5 കളം പുറകോട്ട് കൊണ്ടുവരും കേട്ടോ. അതൊന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. 6 3 4 5 6. എടേ ഒരു സേഫ് ആയിട്ട് പോകണവൻ. ഓക്കെ അടുത്ത ആള്. ആ 3. ഓ പാമ്പിന്റെ വായിൽ എത്തേണ്ടതായിരുന്നു. അടുത്ത കളിക്ക് 1 കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അയ്യോ പറ്റത്തില്ലേ? ഇങ്ങനെയൊക്കെ തട്ടിയിട്ടിട്ട് പാവോടോ. ഇത്ര നേരായിട്ട് കളത്തിൽ കയറാൻ പറ്റിയിട്ടില്ല. 4. ഓക്കെ കിരൺ സാറിന് അടുത്ത ടാസ്ക് കിട്ടിയിരിക്കുകയാണ്. കിരൺ സാറിന് ടാസ്ക് ബക്കറ്റ്. ഓക്കെ കിട്ടും. ബോവന്റെ ആരോ അമ്പെറിഞ്ഞ് കൊള്ളിക്കണം. കൊള്ളിച്ചില്ലെങ്കിൽ 5 കളം പുറകോട്ടും. ഓക്കെ അങ്ങനെ അമ്പ് വിടാൻ പോവാണ്. 3 അമ്പാണുള്ളത്. ഏതെങ്കിലും ഒരു അമ്പ് ലക്ഷ്യസ്ഥാനത്ത് കൊള്ളിച്ചില്ലെങ്കിൽ 5 കളം പുറകോട്ടും. ഓക്കെ ഫൗള് ഇച്ചിരി പൊക്കി കിട്ടോ. ഓക്കെ അങ്ങനെ 2 അമ്പുകൾ മിസ്സായിട്ട് കിരൺ സാർ 5 കളം പുറകിലോട്ട് പോവാനുള്ള അവസാനത്തെ അമ്പിലാണ്. ഓ കൊണ്ടില്ല. റീപ്ലേ ഇല്ല. ബാബാ അങ്ങനെ ടാസ്ക് തോറ്റ് കിരൺ സാർ 5 കളം പുറകിലോട്ട് പോവാൻ പോവുകയാണ്. ഒരു 1 മോനെ ആ കറക്കിട. ഓക്കെ 5. കിരൺ സാർ വീണ്ടും 5. ടാസ്ക് എടുത്തോ. വീണ്ടും ടാസ്കുകൾ വാങ്ങിക്കൊണ്ട് കിരൺ സാറിന്റെ ജീവിതം വീണ്ടും ബാക്കി. ഓക്കെ സുന്ദരിക്ക് ലിപ്സ്റ്റിക് തൊട്ടൽ വാ മോനെ പൊള്ളി സാധനമുണ്ട്. അങ്ങനെ സുന്ദരിക്ക് ലിപ്സ്റ്റിക് തൊടാൻ നമ്മളുടെ വൈറ്റ് ടീമിൽ നിന്നും കിരൺ സാർ വന്നിരിക്കുകയാണ്. കയ്യിലല്ല വായില്. ഇനി സുന്ദരിക്ക് ലിപ്സ്റ്റിക്. ഓ എന്താ നോക്ക്. ആ ഒരു ഡെഡിക്കേഷൻ ആൻഡ് കോൺസെൻട്രേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് ഗെയിം. ദിസ് ഈസ് മാർവലസ് ഫാബുലസ് ആൻഡ് വെരി ബ്യൂട്ടിഫുൾ. നോക്കിയേ കൃത്യമായിട്ട് എക്സ്പീരിയൻസ്. ഓക്കെ വീണ്ടും 2. ഓ രക്ഷപ്പെട്ടു മോനെ രക്ഷപ്പെട്ടു. നെക്സ്റ്റ് ബ്ലൂ ടീമിന് വേണ്ടി കിരൺ. 5. ബ്ലൂ ടീം 1 2 3 4 5. ഇതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് ടാസ്കിലേക്ക് എത്തണമെന്ന് നമുക്കറിയില്ല. ഓക്കെ ടാസ്ക് എന്തായിരിക്കും ടാസ്ക്? 30 സെക്കൻഡിൽ 4 ബനാന കഴിക്കണം. എടാ മോനെ എടുത്തോ. നിനക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ കിട്ടിയത്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 30 സെക്കൻഡിൽ 4 ഏത്തപ്പഴങ്ങൾ കഴിച്ചു തീർക്കലാണ് ടാസ്ക്. എടാ സമയം കഴിയാണ്. ഞം വേഗാവട്ടെ.
ഈ ഒരു അവസരത്തിൽ എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ? ഓക്കെ 5 സെക്കൻഡ് കഴിഞ്ഞു. ഓക്കെ 1 ഓക്കെ 0. 3 പഴം ബാക്കിയുണ്ട്. അപ്പൊ ഇനി 5 കളം പുറകിലോട്ട് ഇറങ്ങിക്കോ. ഞാനേ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇതുവരെ കളത്തിലേക്ക് കയറാൻ പറ്റാതെ ഈ ഒരു അവസരത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. ബാക്കിയുള്ളവരൊക്കെ കളിച്ചിപ്പോ 58-ലും 15-ലും 13-ലും എല്ലാം എത്തിയപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഒന്നിലേക്ക് കയറുന്നത്. അമേസിംഗ്. ഓക്കെ, ഒന്നിലേക്ക് കയറിക്കോളൂ. ഓക്കെ, കളി തുടരട്ടെ. പേടിയല്ല, പുച്ഛോണത്. ഓക്കെ, കളി തുടരട്ടെ. 4 സേഫ് സോൺ. ബ്ലാക്ക് ടീം 1. കോണിയേറി 46-ലേക്ക് 13-ൽ നിന്നും 46-ലേക്ക്. അങ്ങനെ മെസ്സി ഗോൾ. ഇപ്പൊ തന്നെ പാപ്പിഴും കൂട്ടാ നോക്കിന്നോ. ഓക്കേ 4 ടീം ഒറ്റടിക്ക് 81-ലേക്ക് ഇട്ടാ. നോക്കിയേ, ഒരാളിവിടെ 1-ൽ നിക്കണേ, ഒരാൾ 15-ൽ നിക്കണേ, ഒരാൾ 48-ൽ നിക്കണേ. ഇവിടെ 81-ലേക്ക് നമ്മൾ അടിക്കോ കപ്പ്? പിന്നല്ല, കപ്പാണോ? കപ്പ് നമുക്കാണെന്നാണ് ടീം ബ്ലൂ പറയുന്നത്. ഓക്കെ, ടീം റെഡ് ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. 4 വീണ്ടിരിക്കുന്നത്. 1 2 3 4 സേഫ് ആണ്. ടീം വൈറ്റ് മുമ്പൊക്കിക്കോ. 2 2. ഓക്കെ, ഇപ്പൊ അധികം ടാസ്കുകളൊന്നും വരുന്നില്ല. ടീം ബ്ലാക്കിന് വേണ്ടി മണിമോൻ കറക്കുന്നു, വീഴുന്നു. 4. ഓക്കെ 1 2 3 4 സേഫ് ആണ് മോനെ, സേഫ്. ഓക്കെ, ടീം ബ്ലൂ എറിയുന്നു, കിട്ടുന്നു ഒരു 2 1 2. ഓഫ്, അവൻ ഭയങ്കര സേഫ് ആയിട്ടുണ്ടോ പോകുന്നത്. ടീം റെഡ് കളിയിൽ ഏറ്റവും അവസാനം നിൽക്കുന്നു. ടീം റെഡിന് കിട്ടുന്നു 3 1 2 3 സേഫ്. ഓക്കെ, ചടപടാൻ 6. ഓക്കെ 6. കമോൺ 1 2 3 4 5 6. വീണ്ടും ലഭിച്ചിരിക്കുന്നു ഒരു ടാസ്ക്. ഇത് ടാസ്ക് വാങ്ങാൻ വേണ്ടി മാത്രം വന്നാണെന്ന് തോന്നുന്നു. ഓക്കെ, സന്തോഷമുള്ള കാര്യം കിട്ടിട്ടാ. 5 സ്റ്റാർ ഡു നത്തിങ്. ഭാഗ്യം ദൈവം അറിഞ്ഞു കൊടുത്താണെന്ന് തോന്നുന്നു. ഓക്കെ, 5 സ്റ്റാർ ഡു നത്തിങ്. അത് തന്നെ, അവിടെ നിന്നോ, ദൈവം അറിഞ്ഞിട്ട് കൊടുത്താട്ടോ. സന്തോഷം. ഓക്കെ 4 2 3 4 സേഫ് ആണ്. അല്ല, ഇവിടെ കള്ളക്കളി കളിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. 6. എടാ ഇവന് 3 4 5 6. ടാസ്ക്. അങ്ങനെ എത്രയെന്നാ ചാടിയത്? 89-ൽ നിന്നും നേരെ 53-ലേക്ക്. ഓക്കെ, ടാസ്ക് വാങ്ങാനായി ബ്ലൂ ടീം യദു. നോക്കാം നമുക്ക് എന്ത് ടാസ്ക്കാണ് കിട്ടുന്നതെന്ന്. ഓ, വീണ്ടും സുന്ദരിക്ക് ലിപ്സ്റ്റിക് തൊടൽ. കം ഓൺ മൈ ബോയ്. ഓക്കെ, പിടിച്ച പോലെ. സുന്ദരിക്ക് ഓൾറെഡി ലിപ്സ്റ്റിക് ഉണ്ട് കുറെ. എടാ, ലിപ്സ്റ്റിക് തൊടാനേ പറഞ്ഞോളൂ ട്ടാ. അവനാ ചാൻസ് എടുത്തുട്ടാ സുന്ദര. എടാ, അവൻ ലിപ്സ്റ്റിക് തൊടാൻ പറഞ്ഞിട്ട് പെയിന്റ് അടിക്കണവര്. ആ പെൺകുട്ടീനെ നശിപ്പിച്ചളഞ്ഞു. നോക്കിയേ, പാവം കുട്ടീനെ നശിപ്പിച്ചളഞ്ഞു. ഓ 4 1 2 3 4. 5-ലേക്ക്. ഓ, 27-ൽ നിന്നും നേരെ 5-ലേക്ക്. ടീം വൈറ്റ് 25-ൽ നിന്നും നേരെ 5-ലേക്ക് എത്തിയിരിക്കുകയാണ്. പാവങ്ങളല്ലേ. ഓക്കെ, ഓ 2 സേഫ് അല്ലേ കുട്ടാ? തനിക്ക് ഭാഗ്യമുള്ളൂ. ഭാഗ്യമില്ല. ഈ ഒരു അവസരത്തിൽ എന്ത് തോന്നുന്നു? ഞാനും മെസ്സിയൊക്കെ ഭാഗ്യം കുഴപ്പമില്ല, ഞങ്ങൾ കളിച്ചു നേടിക്കോളാം. 2. ടീം വൈറ്റ് വീണ്ടും ടാസ്ക്. എടുത്തോ.
എടാ സൊമാറ്റോയിൽ ബുക്ക് ചെയ്തടാ. ഇത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുക്കും. വാങ്ങിച്ചു തരുമോ? യാതിലിന്റെ കടയിൽ നിന്ന് സൊമാറ്റോ വാങ്ങിച്ചു കൊടുക്കും നമ്മള്. അല്ലേ യാതിലെ? ഓക്കെ, എന്തായാലും ഇത് നമ്മള് വാങ്ങിച്ചു കൊടുക്കും കേട്ടോ. ഓക്കെ, മനസ്സാർ വീഴ്ത്തിയിരിക്കുന്നു ഒരു 5. ഓക്കെ, 1 2 3 4 5. ഓക്കെ, മോനെ ആദ്യമായിട്ടല്ലേ ടാസ്ക് കിട്ടുന്നേ. ഓക്കെ, ടപ്പിക്കുണ്ട് ഒരു ടാസ്ക് എടുത്തോ. വോയിസ് ഓവറിൽ കേൾക്കുന്ന ഓഡിയോ അതേ ഫീൽഡിൽ പറയണം. അതേ ഫീൽഡിൽ പറയണം. താങ്ക് യു ജിയോ ആൻഡ് M4 ടീം ഫാമിലി എന്റെ ആക്ടിംഗ് സ്കിൽ കാണിക്കാൻ അവസരം തന്നു. ഓക്കെ താങ്ക് യു സോ മച്ച്. അമ്മമ്മ പാത്തിയെ എനിക്കൊരു അമ്മാവന്റെ മകളുണ്ടായിരുന്നു, എന്റെ മുറപ്പെണ്ണ് മഹാലക്ഷ്മി. എനിക്ക് ഈ വിശപ്പിന്റെ അസുഖമുള്ള ആളാണേ. ഒരു ദിവസം അമ്മാവന്റെ വീട്ടിൽ ചെന്ന എനിക്ക് ഇച്ചിരി മീൻ കൂട്ടി ചോറിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയതാ മഹാലക്ഷ്മി. ഒരു തമിഴിലൊരു എന്നിട്ട് എനിക്കൊരു അമ്മാവന്റെ മോളുണ്ടായിരുന്നു, പേര് മഹാലക്ഷ്മി, എന്റെ പുറപ്പെണ്ണ്. എനിക്കൊരു ദിവസം മീൻകറി കൂട്ടി ചോറ് കഴിക്കാൻ ആഗ്രഹം. അപ്പൊ മാർക്കറ്റിൽ മീൻ മേടിക്കാൻ വേണ്ടി പോയാണ്. പാവം പാണ്ടിലോറ് ഇടിച്ച് മരിച്ചു. പാണ്ടിലോറ് കഴിച്ചിട്ട് മരിച്ചോ എന്ന് കുഴപ്പമില്ല, എന്നാലും ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 5 കളം പുറകോട്ട് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. മന്നേ വേണ്ട. ഓക്കെ, കളികൾ തുടരുകയാണ്. ബ്ലൂ ടീം 1. ഓ, ബ്ലൂ ടീം ഇവന് ഭയങ്കര ഭാഗ്യമുണ്ട്. നേരെ 62 81 ഭാഗ്യവാൻ. ഓക്കെ, കിട്ടുന്നു ഒരു 5. 1 2 3 4 5. ഇതൊരാൾക്ക് പൈസ കിട്ടിയിട്ടില്ല. 6 റെഡ്. 1 2 3 4 5 6. ഓ, ജസ്റ്റ് മിസ് ഇട്ടാ. ദിപ്പ പാമ്പ് കടിച്ച് പോണ്ടതായിരുന്നു. ടീം റെഡ് 5. 1 2 3 4 5 59. 59. 4 5. പെട്ടി കിട്ടി മോനെ, പെട്ടി കിട്ടി. ഇല്ല, ഇത് അവസാനം ഉണ്ടാക്കി. അങ്ങനെ ആദ്യമായിട്ട് കളത്തിൽ സമ്മാനം കിട്ടിയിരിക്കുകയാണ് ടീം റെഡിന്. ഈ ഒരു അവസരത്തിൽ എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷമുണ്ട്. ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയിടും എന്ന് പറയുന്നത് ഇതാണ്. ഇത് പക്ഷെ ഇപ്പൊ തുറക്കാൻ പറ്റില്ല, ഗെയിം കഴിഞ്ഞിട്ടായിരിക്കും തുറക്കുന്നേ. ഇത് ചിലപ്പോ ഒരു പണിയാവാട്ടോ. സമ്മാനം എന്ന് തന്നെയാണെന്നില്ല, ചിലപ്പോൾ വിശദമായ പാമ്പുകളാകാം, കീറിയ വസ്ത്രങ്ങളാകാം, എന്താണെങ്കിലും നമുക്ക് നോക്കാം. ടീം വൈറ്റ് 3 1 2 3. ഓക്കെ, ഓ 3 1 2 3. അല്ലല്ല, നേരെ വരട്ടെ. ഓ, ഭാഗ്യവാൻ. അവിടെ ടാസ്ക് ഉണ്ട് കേട്ടാ, എടുത്തോ. എന്താണ് ഞാൻ പറഞ്ഞത്, നമുക്ക് മറ്റു സ്ട്രാറ്റജി യൂസ് ചെയ്തൂടെ? ക്യാൻ അറേഞ്ച്മെന്റ്. അത് സിമ്പിൾ ആണ്. ഒരു ബോട്ടിൽ മാച്ചിങ് ചലഞ്ച് ആണ് നമ്മളുടെ റെഡ് ടീമിന് കിട്ടിയിരിക്കുന്നത്. ബ്ലാക്ക് ടീമിന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 2 മിനിറ്റ് ആണുള്ളത്. പടപടാന്നായിക്കോട്ടെ. 9 8 7 6 5 4 3 2 1 0. അവസാന നിമിഷം ജയിച്ചുട്ടാ. ഓക്കെ, ബ്ലൂ ടീം 6. 1 2 3 4 5 6. ആദ്യമായിട്ട് പൈസ കിട്ടിയേക്കണ്ട. പൈസ ഇതുവരെ ഒരാൾക്കും പൈസ കിട്ടിയിട്ടില്ല. കുലുക്കിയെടുക്കാൻ റെഡിയാണോ? ഓക്കെ ഓക്കെ, ബ്ലൂ ടീം
5 രൂപ 5 രൂപയാണ് ബ്ലൂ ടീമിന് ലഭിച്ചിരിക്കുന്നത്. കളി കഴിഞ്ഞ് നമ്മൾ കൊടുക്കും. കൈയടിക്ക് 5 രൂപ ലഭിച്ചിരിക്കുകയാണ്. ഓക്കേ 3 1 2 3. അവൻ സേഫ് ആയിട്ട് കളി അവതരിപ്പിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. 95. ഇനി വേണ്ടത് വെറും 5 കളങ്ങൾ കഴിഞ്ഞാൽ ടീം ബ്ലൂ വിൻ ചെയ്യും. റെഡിന്റെ ചാൻസ് ആണ്. റെഡിന് കിട്ടിയിരിക്കുന്നത് 2 1 2. ദേ കിടക്കുന്ന ഒരു ഏണി 81ലേക്ക്. ഓക്കെ കേറ്റക്കളി ഏണി കേറ്റക്കളി 5 1 2 3 4 5. ഓക്കെ അവസാനം കളിയിലേക്ക് കയറിയ ആളാണ്. ബട്ട് ഇപ്പോ കളി ഏകദേശം നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ കളി? 3 1 2 3. അത് കലക്കിട്ടാ കേറ്റക്കളി ഓക്കേ 6 1 2 3 4 5. ഓ സോറി 46 1 2 3 4 5 6. ആ ഓക്കെ 5 സേഫ് ആണ് മോനെ. 1 2 3 4 5. പൈസക്കാരനായിരിക്കണം. പൈസ പാത്രം എടുത്തോ. പൈസ ഓക്കെ കണ്ണടച്ചെടുത്തോ. 1000 വരെ ഉണ്ട് 1 മുതൽ 1000 വരെ. വീണ്ടും കിട്ടിയിരിക്കുന്നു ഒരു 5 രൂപ. എന്തായാലും 1 രൂപ കിട്ടിയില്ലല്ലോ, ഭാഗ്യവാൻ. ഓക്കെ ടീം ബ്ലൂ 3 1 2 3. ഇനി പിന്നെ 2 കളറിലോട്ടാ നോക്കിയേ. അടുത്തത് 99 100. ഓക്കെ ഭാഗ്യവാൻ. ജോളോച്ചിപ്പ് കഴിക്കുന്നു. 5 കളം പുറകിലോട്ട് പോകുന്നു. അതാണ് സ്പിരിറ്റ്. ജോളോ ചിപ്പ് തിന്നും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജോളോ ചിപ്പ് കഴിച്ചോളൂ. കമ്മോൺ അസാമാന്യ ധൈര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. എനിക്ക് പേടിയാണ് കണ്ടിട്ട്. ഒന്നുമില്ല, അന്ന് കയ്യില് ധൈര്യമുള്ള ജിഞ്ചിൻ ജാമിനി പിടിച്ചു തന്നിട്ടേ. ഓ എനിക്ക് കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നു. പേട്ടാ മിണുങ്ങ് എടാ സബ്സ്റ്റിറ്റ്യൂട്ട് വെള്ളം കൊടുക്ക്. രക്ഷിക്കടാ. കൂടെ ഓടിക്കോ. അവനെവിടേക്ക് ഓടണ? വെള്ളം കൊണ്ടേ കൊടുക്ക്. 5 പോയിട്ടോ. ഇല്ല കഴിച്ചില്ല. എന്തായാലും നമ്മളുടെ ടീം ബ്ലൂ 5 കളം പുറകിലോട്ട് വന്നേക്കാണ്. കഴിക്കാൻ ശ്രമിച്ചായിരുന്നു, പക്ഷെ പൊരുതി തോറ്റു. ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല എന്നാണ് പറയുന്നത്. അപ്പൊ കളി തുടരാം. ടീം റെഡ് ഓക്കെ 3 1 2 3. പാവം. ഓക്കെ എടുത്തോ. കള്ളക്കളി കാണിക്കരുതട്ടാ. അതെ കള്ളന്മാരാണ് അതിന്റെ ഉള്ളിൽ കൂടെ നോക്കണ്. ഓ ഈറ്റ് 5 സ്റ്റാർ ഡു നത്തിങ്. ഓക്കെ കിട്ടിയിരിക്കുന്ന ഒരു 6. 1 2 3 4 5 6. ടാസ്ക് ഇട്ടാ. Eat 5 star do nothing. രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ട്. പാവം കൊടുത്തേക്കാം. ഓക്കെ ടീം ബ്ലാക്ക് 3 51. ഓക്കെ ടീം ബ്ലൂ 2 1 2. സേഫ്. ഓ 4. പൈസ കിട്ടി. കാശ് ഇട്ടാൻ പോകുന്നു. ഓക്കെ പൈസക്കാരൻ പൈസ ഇട്ടാൻ പോവാണ്. ഒരെണ്ണം പറ്റുള്ളൂ. കെട്ടി മോനെ 500 കിട്ടിട്ടാ. ഇത് കളി കഴിയുമ്പോ നമ്മളോട് ചോദിച്ച് വാങ്ങിച്ചു കൊണ്ടുപോകണം. 6
ഓടിക്കോ 1 2 3 4 5 6 1 2 3 4 പെട്ടി ആകെ ഒരാൾക്ക് പെട്ടി കിട്ടിയിട്ടുള്ളൂ അന്ന് എനിക്ക് തട്ടിയെടുക്കാം കഷ്ടായി പോയിട്ടാ സാരില്ല പാടേച്ച് കിട്ടിയ പെട്ടിയാണ് ഈ പെട്ടി തട്ടിയെടുത്തിരിക്കുകയാണ് കിരൺ സാർ. ഓക്കെ, ഇതിൽ കിട്ടുന്ന നമ്മുടെ സമ്മാനം എന്താണോ അത് കിരൺ സാറിന് കിട്ടും കേട്ടോ, അതായത് ടീം വൈറ്റിന്. ഓക്കെ 5 3 ടീം ബ്ലാക്ക്. പാമ്പ് 31 നേരെ 54 നിന്നും 31 ഓക്കെ. ടീം ബ്ലൂ 6 കളിയില്ല, എറിഞ്ഞ് കളയാനുള്ള 1. ഓ സേഫ്. 5 1 2 3 4 5 2 സമ്മാന പൊതിയാണ് കിട്ടിയിരിക്കുന്നത്. ടീം ബ്ലൂ 3 ടാസ്ക് ആണോ? 1 3 ടാസ്ക്. ഓക്കെ ഓക്കെ, നേരത്തെ പോലെ 2 കളമുള്ളൂ ഇനി ജയിക്കാനായിട്ട്. ഓ 30 പുഷപ്പ്. എന്ത് ചെയ്യണം? 30 പുഷപ്പ് എടുക്കുന്നു. ഓക്കെ 30 പുഷപ്പ് കറക്റ്റ് എടുത്തില്ലെങ്കിൽ പണിവാളും. 1 2 3 4 5 6 7 8 29 30. ഓക്കെ, അങ്ങനെ എന്തി വലിഞ്ഞ് 30 പുഷപ്സ് അടിച്ച്. ഓക്കെ, അപ്പോ കളി പിന്നെ തുടരുകയാണ്. കമോൺ. പാമ്പ് 1 2 3. പൈസ പത്രത്തെ നോക്കി 1 2 3 പൈസ കിട്ടും. ഇപ്പൊ കിട്ടും പൈസ 500. നമ്മളിത് കൊടുക്കൂന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ കൊടുക്കുകയാണ്. ഇന്നാ കിട്ടിയിരിക്കുന്നു ഗാന്ധിജിയുടെ പടമുള്ള 500. ഇതുവരെ എനിക്ക് ഒരു ഡൈസറിന് എന്റെ മുത്തിന് ഞാൻ കൊടുക്കുന്നു. രണ്ട് പെട്ടിയും പിടിച്ചത് ടാസ്ക് ചെയ്യണെങ്കിൽ ജോളച്ചിപ്പ് കഴിക്കണോ 5 താഴേക്കണോ? ജോളച്ചിപ്പ് കഴിക്കാണ്. യെസ്, അങ്ങനെ രണ്ടാമത്തെ ആള് വൈറ്റ് ടീമിൽ നിന്നും കിരൺ സാർ ജോളച്ചിപ്പ് കഴിക്കാൻ പോവുകയാണ്. കണ്ട ഡെഡ്ലി സാധനമാണ്. എന്നാ പിടിച്ചോ. പപ്പടം കഴിക്കുന്ന പോലെ കഴിക്കുന്നേ, ലൈസ കഴിക്കൂലേ അതുപോലെ. അമ്മ എന്ന് പറഞ്ഞോണ്ട് ഓടരുത്. സിമ്പിൾ. കണ്ണി തിരുമരുത്. കൈ വേണേ കഴിക്കൊന്ന്. കഴിച്ചു കഴിഞ്ഞെങ്കിൽ വായന്ന് കാണിച്ചേ. ഓക്കെ 1 99 നിന്ന് നേരെ 23 99 നിന്ന് നേരെ 23 ട്ടാ. ഓക്കെ ടീം വൈറ്റ് നിങ്ങളിത് കാണുക. ടീം വൈറ്റ്. അങ്ങനെ ടീം വൈറ്റ് നമ്മുടെ ഈ ഒരു പാമ്പും കോണി സ്നേക്ക് ആൻഡ് ലാഡർ ഗെയിമിൽ വിന്നേഴ്സ് ആയിരിക്കുകയാണ്.
കൂടുതൽ കഷ്ടപ്പെട്ട ഞാൻ അറിയോ? അതൊരു സത്യമുള്ള കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ ടാസ്കുകൾ ചെയ്ത ആളാണ് നമ്മുടെ കിരൺ സാർ. ഓക്കേ ഓക്കേ, അടുത്ത ഗെയിമിൽ നമ്മൾ തകർക്കും. ബാക്കിയില്ലേ? ഇല്ല, വിന്നറാണ് നമ്മുടെ മെയിൻ. ഓക്കെ ഓക്കെ, എല്ലാരും ഹാപ്പി അല്ലേ? ജോളോ ചിപ്പ് തിന്ന ആള്. അങ്ങനെ ഇതാണ് നമ്മുടെ വിശ്വവിഖ്യാതമായ പാമ്പും കോണിയും മത്സരം അവസാനിച്ചിരിക്കുകയാണ്. മത്സരാർത്ഥികളെ നമുക്ക് ഓരോരുത്തരെയായിട്ട് നമ്മളുടെ വേദിയിലേക്ക് ക്ഷണിക്കാം. ടീം ബ്ലാക്ക് പ്ലീസ് കം ഓൺ. ഓക്കെ, ആ ഒരു സങ്കടം മുഖത്ത് കാണാനുണ്ട് മത്സരം വിജയിക്കാൻ പറ്റാത്തതിന്റെ. ഓക്കെ, ടീം ബ്ലൂ പ്ലീസ് കം. അടുത്തതായി ടീം റെഡ്. ഓക്കെ, അങ്ങനെ 3 ടീമുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? കുഴപ്പമില്ല, വെള്ള ടീമിന് ഫേവറബിൾ ആയിട്ട് എനിക്ക് തോന്നി മത്സരം നടത്തിയത്. ഇതിന്റെ ഇടയിൽ ആകെ കള്ളത്തരം കാണിച്ച് നമ്മൾ അറിയാതെ കളം മാറ്റി നിന്ന ഒരേ ഒരു ശ്രദ്ധിക്കണം. വ്യക്തി ഓക്കെ. ടീം ബ്ലൂ എങ്ങനെയുണ്ടായിരുന്നു? അതായത് മത്സരത്തിന്റെ ഏറ്റവും ആദ്യം തുടങ്ങി അവസാനം വരെ ഇവരാണ് വിജയിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. ജോളോ ചിപ്പ് വരെ കഴിക്കേണ്ട സാഹചര്യം, 30 പുഷപ്പ്. എന്തായിരുന്നു? ചതിച്ചതാ ഇവൻ. ഓക്കെ, ടീം റെഡ് ഏറ്റവും അവസാനമായിട്ട് കളത്തിൽ കയറി എന്നാ വിജയത്തിന്റെ തൊട്ട് മുൻപെത്തി. അതെ, തൊട്ട് ഞങ്ങളെ മുന്നിൽ ഒരു കള്ളക്കളി കളിക്കാതെ ഒരു മര്യാദക്ക് കളിച്ച് ജയിച്ചു പോയി. ഓക്കെ, ആ ജയിച്ച ടീമിനെ വിളിക്കണ്ടേ? പ്ലീസ് കോൾ മിസ്റ്റർ കിരൺ സാർ ആൻഡ് എഡ്വിൻ. കം ഓൺ. ഓക്കെ, അപ്പോ മത്സരത്തിൽ വിജയിച്ച എഡ്വിനും അതേപോലെ തന്നെ കിരൺ സാറിനും എംഫോടെക്കിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചു കൊള്ളുന്നു. ഓക്കെ, ഇനിയാണ് എക്സൈറ്റിംഗ് പ്രൈസ്. നമ്മൾ പറഞ്ഞ 50,000 രൂപയുടെ ചെക്കാണ് നമ്മൾ ഇനി കൈമാറാൻ പോകുന്നത്. ഓക്കെ, മത്സരം ജയിച്ച മുന്നോട്ട് വരൂ. എല്ലാവർക്കും ഇല്ല. മത്സരം ജയിച്ച ടീം വൈറ്റിന് 50,000 രൂപയുടെ ചെക്കാണ്. ഇത് വെറും ചെക്കാണ്, നമ്മള് പൈസ ആയിട്ട് പിന്നെ കൊടുക്കും. സന്തോഷമാണോ? ഹാപ്പിയാണോ? വെറും അസൂയയുടെ മുഖഭാവം അസൂയ. 25,000. എന്തായാലും എല്ലാവരും ഹാപ്പി ഇട്ട. കളി സൂപ്പറായി, എല്ലാവരും അതിൻ്റെതായ സ്പിരിറ്റിലെടുത്തു അവിടത്തെ. ഓക്കെ, കളിയുടെ കൂടെ തന്നെ കളിക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്നത് നമ്മളുടെ കിരൺ, അതുപോലെ തന്നെ ടാസ്കുകൾ ഒരുക്കി തന്ന കിരൺ, അതുപോലെ ആകാശ കാഴ്ചകൾ പകർത്തുന്ന മുകളിൽ നിൽക്കുന്ന അജു മച്ചാൻ വിത്ത് ലാഡർ. പിന്നെ നമ്മുടെ എന്താ പ്രശ്നം? ഐഡിയയാ ഒപ്പക്ക് ഇത് കഴിഞ്ഞിട്ടിടും. ഓക്കെ, അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു പാമ്പും കോണി മത്സരം നമുക്ക് അവസാനിപ്പിക്കാനുള്ള നേരായി കാണാം. അങ്ങനെ നമ്മളുടെ പാമ്പും കോണി മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ചെക്കിന് വേണ്ടിയുള്ള അടിപിടികൾ അവിടെ നടക്കുന്നത് കാണാം. ഓക്കെ, എന്തായാലും ഇന്നത്തെ നമ്മളുടെ ഒരു പാമ്പും കോണി മത്സരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. മഴ ചാറി തുടങ്ങി. ഓക്കെ, അവിടെ എന്തോ ഇടിയും വെടിയൊക്കെ പോയി നോക്കിയടാ. ഡൈസ് എടുത്തൊക്കെ ഇടി കൂടുതലടാ. ചെക്ക് കീറില്ലടാ. ചെക്ക് മടങ്ങിയ കാശിട്ടില്ലട്ടാ. എംഫോടെക് സംഘടിപ്പിച്ച ഇന്റർനാഷണൽ ഓൾ കേരള പാമ്പും കോണി മത്സരം സ്നേക് ലാഡർ മത്സരത്തിൽ അങ്ങനെ 1ാം സ്ഥാനം വിജയിച്ച ടീം വൈറ്റിലെ എഡ്വിൻ മച്ചാനും കിരൺ സാറും സമ്മാന തുകയുമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷം. ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പണിയെടുത്തു. ഞാൻ എറിഞ്ഞു കൊടുത്തുള്ളൂ. കഷ്ടപ്പാട് മൊത്തം കിരൺ സാറായിരുന്നു. അതെ, ഉദയനാണ് താരം. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മുടെ ഈ ഒരു ഗെയിം വളരെ അടിപൊളിയാക്കാനായിട്ട് എല്ലാവരും നല്ലോണം പരിശ്രമിച്ചു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഏതൊരു ഗെയിമിനും നമുക്കൊരു അവസാനം വേണം. താൽക്കാലികമായി നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഗെയിം നമ്മൾ അവസാനിപ്പിച്ച് വിട പറഞ്ഞു പോകാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാമ്പും കോണി മത്സരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പോലെ ഞാൻ പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യുക. എന്തായാലും ഇന്നത്തെ മത്സരിച്ചവർക്കും മത്സരത്തിൽ വിജയിച്ചവർക്കും എംഫോടെക്കിന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ക്യാമറ പ്രവീൺ, അതുപോലെ അജു മച്ചാൻ, നമ്മുടെ ടീം എംഫോടെക് മൊത്തം എല്ലാവരുടെയും ഒപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്. എടുക്കും.